ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മെമ്പേഴ്സാണ്. അവരെവിടെ കളിക്കാൻ പോകാൻ തോന്നുന്നു. ഒരു മോഹൻ ബഗാൻ ടീമായിട്ട് കളിക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ടീമാണ്. അവർ നമുക്ക് ചിലപ്പം മാച്ച് കാണാൻ പറ്റുമായിരിക്കും. നോക്കാം. ഇന്ത്യ എക്സ്പ്രസ് അല്ലേ? ഇന്ത്യ എക്സ്പ്രസ് സ്റ്റാഫിൻ്റെ യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട്. അതെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട്. ഇന്ത്യ സ്റ്റാഫിൻ്റെ യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ കാണത്തില്ല. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നല്ലേ? പക്ഷെ ഇവിടെ നോക്കിയാൽ ഇതൊക്കെ ഉണ്ടോ? ഇത്രയും ലഗേജുമായിട്ട് അന്നൊരു 3-4 ദിവസത്തെ യാത്ര. ഇത്രയും ലഗേജ് ബസ്സൊക്കെ തന്നെയാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി കൊൽക്കട്ട. ഡിജി സേവ എന്ന് പറഞ്ഞൊരു സർവീസുണ്ട്. അതിലെളുപ്പമാണ്. ഇതോ അവസാനം ഇവിടെ ലോഞ്ച് വന്നിരിക്കുകയാണ്. കൊൽക്കട്ടയ്ക്ക് പോകാനായിട്ട് ടൈമുണ്ട്. ഇപ്പം 1:10 ആയിരുന്നു. ഏകദേശം 2 മണിക്ക് റിപ്പോർട്ട് ചെയ്താണ്. കാരണം 3 മണിയാണ് ഫ്ലൈറ്റ് ടൈം. ബാഗൊക്കെ കൊണ്ട് തന്നെയാണ്. മനോരഥങ്ങൾ എന്നും പറഞ്ഞ് മമ്മൂക്ക, ലാലേട്ടൻ, കമൽഹാസൻ, പിന്നെ ആരാണ്, ബിജു മേനോൻ, ഫഹദ് ഫാസിൽ, പിന്നെ ഒരാളെ കൂടെ കാണുന്നുണ്ട്. അതാരാണ് എനിക്ക് പിടികിട്ടുന്നില്ല. C5 ഒറിജിനൽ ഫിക്ഷണൽ വേൾഡ് ഓഫ് NT വാസുദേവൻ നായരുടെ കഥയെ ആസ്പദമാക്കിയുള്ളതാണ് മനസ്സിലായി. C5 ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തോന്നുക. 3:55 അതായത് 3:55 ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. 2:45 2:45 ആയി. ഇതുവരെ യാതൊരു അനൗൺസ്മെൻറ്റ് വന്നു വെക്കാം. അപ്പം ഈ 1.5 മണിക്കൂറിന് മുമ്പ്, 1 മണിക്കൂറിന് മുമ്പ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ റിപ്പോർട്ടിംഗ് എന്താ പറയുന്നത്? കറക്റ്റ് 1 മണിക്കൂർ മുമ്പേ വിളിക്കും. കുറേ യൂണിഫോം ധാരികളെ കുറേ നേരമായി ഇവിടെ കാണുന്നുണ്ട്. നോക്കിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു ജേഴ്സിയിൽ ബനിയനിൽ എഴുതിയിരിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ടീമുകളെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അവർ എവിടെയോ കളിക്കാൻ പോകുന്ന പുറപ്പാടാണെന്ന് തോന്നുന്നു. പക്ഷേ കൊൽക്കട്ടയിലായിരിക്കാം കളി. ഞങ്ങൾ പോകുന്ന അതേ സ്ഥലത്ത് തന്നെ അവരിയ്ക്കുന്ന അതേ ലോഞ്ചിൽ തന്നെ ടീമംഗങ്ങളൊക്കെ വന്ന് പരസ്പരം സൊറ പറയുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നു. സമയം കൂടുതലെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവരെ പരിചയപ്പെടണമെന്ന് വിചാരിക്കുന്നു കളി കാണാൻ പോവുകയാണെങ്കിൽ. ഒരു മോഹൻ ബഗാൻ ടീമായിട്ട് കളിക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ടീമാണ്. അവർ നമുക്ക് ചിലപ്പം മാച്ച് കാണാൻ പറ്റുമായിരിക്കും. നോക്കാം. ഇവിടെ ഞങ്ങളിപ്പോഴും കട്ട വെയിറ്റിങ്ങിലാണ്. അതായത് അകത്തോട്ട് കയറാനായിട്ട് എൻ്റെ ടിക്കറ്റിൻ്റെ ടൈപ്പ് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. കൊച്ചി ടു കൊൽക്കട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നു. ഇതാ ഞങ്ങൾ കയറിയത്. KFCയുടെ കൗണ്ടർ. ലോകപ്രശസ്തമായ ഫുഡ് സ്റ്റഫ് ഔട്ട്ലെറ്റാണ് KFC. നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലും അതുകൊണ്ട് കൊച്ചിയിൽ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് KFCയുടെ ബർഗർ ഒന്ന് കഴിച്ച് നോക്കാൻ പോകും. ഫേമസാന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഏകദേശം മണിക്കൂറുകളായി ഇവിടെ ലേറ്റാണ്. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. എന്തോ ലൈറ്റിൻ്റെ പ്രോബ്ലമാണ് അകത്ത് ഇൻ ഫ്ലൈറ്റിൽ എന്ന് പറയുന്നു. എന്തായാലും നോക്കാം.
ഇവിടെ ഹോട്ട് വാട്ടർ സൗകര്യമുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ. അത് നല്ലതാണ്. കാരണം ഇവിടെ കുറേ നേരം നമ്മൾ വെയിറ്റിങ്ങിലാകുമ്പോൾ തണുക്കുമല്ലോ. അപ്പം നമുക്ക് ഈ ഹോട്ട് വാട്ടർ കുടിക്കുന്ന ഒരു സുഖമാണ്. ഓ 2 മണിക്കൂർ 3 മണിക്കൂർ ലേറ്റായിട്ട് നമ്മൾ 6:30 ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോകും. 2 കിലോമീറ്റർ. അതെ, നടക്കാം. അങ്ങനെ വിജയകരമായ 2 മണിക്കൂർ ലേറ്റ് ആയിരിക്കുകയാണ്. ലൈറ്റിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം കറക്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് യാത്ര ചെയ്യാനായിട്ട് കയറുകയാണ്. അങ്ങ് കിടക്കുന്ന അപ്പുറത്ത് കിടക്കുന്നതല്ലേ, ഇതാണ്. ഇത് തന്നെയാണോ? തെറ്റിപ്പോയി. ഇത് 5 ആണ്. എന്ത് സന്തോഷം. ഫ്ലൈറ്റിനകത്ത് ഉൾപ്പെടെ എല്ലാ യാത്രക്കാരും വളരെ സന്തോഷത്തിലാണ്. ലേറ്റ് ആയാലും ഫ്ലൈറ്റ് പൊങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ ഫ്ലൈറ്റിനകത്ത് പാലിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് എയർ ഹോസ്റ്റസ്മാരൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, നിൽക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിനകത്ത് ഒത്തിരി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റാഫിൻ്റെ യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം എയർ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള യൂണിഫോം ഒന്നും അല്ല ഇപ്പോഴത്തെ യൂണിഫോം. आपातकालीन स्थिति के अतिरिक्त लाइफ जैकेट और सेफ्टी इन्फॉर्मेशन कार्ड को विमान से हटाना वर्जित है. धन्यवाद. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് വലിഞ്ഞു കൊടുത്ത് അങ്ങനെ യാത്ര കൊടുക്കുന്ന ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് കൊൽക്കത്തയിൽ. ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് കണ്ടോ ഇവിടെയൊക്കെയാണ്. നമ്മൾ ടീം കൊൽക്കത്ത നഗരത്തിലെത്തിയിരിക്കുകയാണല്ലേ. അപ്പം ഞങ്ങൾ കൽക്കത്തയിൽ വന്നത് എന്തിനാണ്? ഞങ്ങളെ കാത്തു നിൽക്കുന്ന സർപ്രൈസ് അല്ലെങ്കിൽ ആതിഥേയൻ വന്നു കഴിഞ്ഞു. പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാം. ഇതാരാണെന്ന് നിങ്ങൾ തന്നെ ഗസ് ചെയ്ത് ഊഹിച്ചോളുക. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റു. എൻ്റെ കൂടെ സൂര്യനൊക്കെ അടിച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 9 മണി കഴിഞ്ഞു. രാവിലെ എണീറ്റപ്പോൾ തന്നെ 8:30 ഇത് ഞങ്ങൾ താമസിക്കുന്ന ചെറിയൊരു അക്കോമഡേഷൻ. ആവറേജ് ഒരു നല്ല ഹോട്ടലാണ്, ലോഡ്ജിങ് ആണ്. ഇവിടെ ഒരു 3-4 ദിവസം നമ്മൾ കാണും. എന്തായാലും ബാക്കി വിശേഷങ്ങൾ പുറകാലെ കാണാം. തൽക്കാലം ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാം. ബൈ. നാളെ 14-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ കളി കൂടി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.